ഒരു പോസ്റ്റ് കണ്ടു. മാർക്ക് സുക്കംബർഗോ അങ്ങനെ ഏതോ ഒരു ഫേക്ക് പേജിൽ കണ്ട പോസ്റ്റാണ്. ഇന്നൊരു സംഭവം ഉണ്ടായി. മോഹൻലാലിൻ്റെ അടുത്തേക്ക് പത്രപ്രവർത്തകരെല്ലാം കൂടെ ഓടി വന്നപ്പോൾ 24 ന്യൂസിൻ്റെ ഒരു പത്രപ്രവർത്തകൻ്റെ മൈക്ക് മോഹൻലാലിൻ്റെ കണ്ണിൽ കൊണ്ടു. ചില സൂപ്പർ സ്റ്റാറൊക്കെ ആണെങ്കിൽ ഇങ്ങനെ കണ്ണിലൊക്കെ സംഭവം കൊണ്ടു കഴിഞ്ഞാൽ ആന്നടിക്കുകയും ചിലപ്പോൾ ഫോട്ടോ എടുക്കാൻ ചെന്നതിൻ്റെ ഫോൺ എടുത്തെറിഞ്ഞവരും പോക്കറ്റിലിട്ടവരും ഒക്കെയുള്ള കുഞ്ഞു കുഞ്ഞു സൂപ്പർ സ്റ്റാറുള്ള നാടാണ്. അപ്പോൾ എന്ത് ചെയ്യണമെന്ന് അറിയാൻ പാടില്ല. നമ്മുടെ സൂപ്പർ സ്റ്റാർ എന്താ ചെയ്തേ? ജസ്റ്റ് പറഞ്ഞു, മോനെ ഒരു ഇങ്ങനെയൊക്കെയാണോ ചെയ്യേണ്ടത്, നിന്നെ ഞാൻ നോക്കി വെച്ചിട്ടുണ്ടെന്ന് തമാശ രൂപ പറഞ്ഞങ്ങ് ഒഴിവാക്കി. ചില സൂപ്പർ സ്റ്റാറൊക്കെയാണ് എന്താ സംഭവിക്കുന്നതെന്ന് പറയാൻ പറ്റത്തില്ല. പക്ഷേ ഇതൊക്കെ കണ്ടു കഴിഞ്ഞപ്പോൾ ഇതൊക്കെ ഇങ്ങനെ ഈ ഒരു സംഭവം കഴിഞ്ഞാൽ പിന്നെ ഇത് ഒരുപാട് ന്യൂസിലൊക്കെ വന്നു, ഇങ്ങനെ ഒരുപാട് സോഷ്യൽ മീഡിയകളിലൊക്കെ ഇത് വാർത്തയായി. അപ്പോൾ ഇതിനും ഇങ്ങേർക്ക് ഇത് സഹിച്ചില്ല. കാരണം ഇങ്ങേരെ ആരാധിക്കുന്ന സൂപ്പർ സ്റ്റാറിൻ്റെ സ്വഭാവം ഇതൊന്നുമല്ല. ചിലപ്പം എടുത്ത് നിലത്തിട്ട് കുടയുന്ന സ്വഭാവമുള്ള സൂപ്പർ സ്റ്റാറാണ്. അപ്പോൾ പുള്ളി ഹേറ്റ്നെസ് സ്പ്രെഡ് ചെയ്യാനായിട്ട് തുടങ്ങി. പുള്ളി എന്താ ചെയ്തേ? പുള്ളി പറയുന്നത് മോഹൻലാൽ PR-നെ വിട്ട് ചെയ്യിച്ചത് ഇതല്ലേന്ന്. കണ്ണിൽ കുത്തു മേടിച്ചതും PR-നെ കണ്ടാണ്. അത് കഴിഞ്ഞ് ന്യൂസെല്ലാം കൊടുപ്പിച്ചതും PR-നെ കണ്ടാണ്. PR കൊണ്ടാണ് മോഹൻലാൽ നിന്ന് പോകുന്നത് എന്നുള്ളത്. അങ്ങനെയുള്ള കുറേ കാര്യങ്ങൾ കേട്ടപ്പോൾ ചിരിയ വന്നത്. മോഹൻലാലിനെ പോലൊരു നടന് ഇൻഡസ്ട്രിയിൽ 10, 40, 50 വർഷമായിട്ട് ഇങ്ങനെ നെഞ്ചെടുപ്പോടെ നിൽക്കുന്ന മോഹൻലാലിന് അയാളുടെ ഒരു സംഭവം അയാളെ ഇന്ന് പ്രൊമോട്ട് ചെയ്യാൻ വേണ്ടി PR-നെ വെക്കേണ്ട കാര്യമുണ്ടോ? PR-നെ വെക്കേണ്ടതൊക്കെ നിങ്ങളാണ്. ഏതോ ഒരു ഫേക്ക് അടിയിൽ നിന്ന് എവിടെന്നോ എന്ന് സംസാരിക്കുന്നത് നിങ്ങളൊക്കെയാണ് PR-നെ വെക്കേണ്ടത്. കാരണം ഈ പോസ്റ്റൊക്കെ ഉണ്ടാക്കിയിട്ട് ഈ പോസ്റ്റൊക്കെ റീച്ച് ആക്കണ്ടേ? എന്നാലല്ലേ മാർക്ക് സുക്കൻബർഗ് എന്തെങ്കിലും പൈസയൊക്കെ ഇട്ട് തരുള്ളൂ, നിങ്ങൾക്ക് ഡോളർ കിട്ടുള്ളൂ. ഡോളർ കിട്ടണം എന്നാഗ്രഹിക്കുന്ന എല്ലാവരും ചെയ്യുന്ന പരിപാടിയാണ് നല്ല വിലയുള്ളൊരു മാമ്പഴത്തിൽ കുത്തുക. അതാണ് ഇപ്പോൾ കുറേ നാളായിട്ട് ചെകുത്താനും അങ്ങനെ കുറേ ആൾക്കാർ ചെയ്തുകൊണ്ടിരിക്കുന്ന സംഭവം ഇതൊക്കെ തന്നെയാണ്. മോഹൻലാലിനെ 4 കുറ്റം പറഞ്ഞു കഴിഞ്ഞാൽ കാണാൻ ആൾക്കാരുണ്ടാവുമല്ലോ. എന്തിന്? നമ്മുടെ റിവ്യൂവർ അശ്വത് കോക്ക് ഏതോ ഒരു കന്നഡക്കാരൻ്റെ പടം ഇറങ്ങിയിട്ട് അതിൻ്റെ അകത്ത് മോഹൻലാൽ ഒരു 10 മിനിറ്റിൻ്റെ വേഷം ചെയ്തു. അപ്പോൾ അതിന് റിവ്യൂ പറയാൻ വന്നിരുന്നത് എന്താ? മോഹൻലാൽ ചെയ്ത കഥാപാത്രത്തിൻ്റെ വേഷവിധാനങ്ങളോട് അതാണ്. ആ വീഡിയോ ആരെങ്കിലും കാണണമെങ്കിൽ ഇങ്ങനെ കൊണ്ട് എന്തെങ്കിലുമൊക്കെ ചെയ്യണം. ആക്ച്വലി PR ചെയ്യുന്നത് നിങ്ങളെപ്പോലെയുള്ള ഹേറ്റ്നെസ് സ്പ്രെഡ് ചെയ്യുന്നവരല്ലേ, അങ്ങേരെ ഉപയോഗിച്ചിട്ട്, അങ്ങേരുടെ പേര് വെച്ചിട്ട്. അല്ലാതെ അങ്ങേർക്ക് നീ PR ഒക്കെ ചെയ്തിട്ട് നീ എന്നാ കാണിക്കാനാ? നീ എന്താ തെളിയിക്കാനുള്ളേ? എന്താ പ്രൂവ് ചെയ്യാനുള്ളേ? വെറും കൊമാളിത്തരം കാണിക്കാതെ എവിടെയെങ്കിലും അടങ്ങി ഒതുങ്ങി ഇരിക്കടേ.